പൊതുവെ സിനിമാ മേഖലയിൽ പ്രൊഡക്ഷൻ ഭാഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം വളരെ കുറവാണ്. എന്നാൽ സ്വന്തമായി ആ ഒരു ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, അങ്ങനെ ഒരുപാട് മേഖലയിൽ കഴിവ് തെളിയിച്ച അനുപമ മേനോനാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അനുപമ മേനോൻ. അപ്പൊ കൂടാതെ നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളായ അലിൻ ജോസ് പെരേരയുണ്ട്, അഭിലാഷ് ആട്ടയും ഉണ്ട്. വെൽക്കം. അപ്പൊ ഇവര് തമ്മിലുള്ളൊരു കോപ്പറേറ്റീവ് എങ്ങനെയാണ്, കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഞാൻ ഇവരെ രണ്ടുപേരും ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്ന ഒരു ആങ്കർ ആയിരുന്നു, ഒരു ചാനലിന് വേണ്ടിട്ട്. അന്നേരം അത് ടെലികാസ്റ്റ് ചെയ്തില്ല. അതുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു വിശേഷം ഉള്ളത്, ആ ഒരു ഇന്റർവ്യൂല് എന്റെ ഫാമിലി ഉണ്ടായിരുന്നു. എന്നിട്ടും തെറിവിളി കേൾക്കേണ്ട ഒരു അവസ്ഥ വന്ന ഒരാളാണ്. കാരണം പുറമെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയില്ല അതിനകത്ത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത്. ആ സമയത്ത് ഇവരൊക്കെ എയറിൽ കയറി ഇരിക്കുന്ന സമയം കൂടിയിട്ടാ വൈറലായി കഴിഞ്ഞിട്ട് ഒരു കാരണം ആ സമയം അലൻ ജോസിന്റെ കൂടെയും അഭിലാഷിന്റെ കൂടെ ഏത് പെണ്ണ് നിന്നാലും അതിന് വേറൊരു പേരാണ്. അപ്പൊ ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും ആ ഒരു ആൾക്കാരാണ് എന്ന് എനിക്ക് ആ പ്രേക്ഷകര് കാണുന്നത്. കാരണം അലൻ ജോസിന്റെയും അഭിലാഷിന്റെ ഒക്കെ ഫോട്ടോ ഇട്ടാലും അവരിടുന്ന ഇന്റർവ്യൂവിന്റെ അടിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും അമ്മയും പെങ്ങളെയും എന്താ പറയാ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള കമന്റ്സാ. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയെ ചിലപ്പോ ആർക്കും അങ്ങനെ അറിയാറില്ല. ഞാനൊരു ഡയറക്ടറാണ്, പക്ഷെ എന്ന് പറഞ്ഞ വലിയ ബ്രഹ്മാണ്ഡ പടങ്ങൾ ചെയ്ത ഒരാളൊന്നല്ല. എന്റെ പാഷന് വേണ്ടിയിട്ട് ഞാൻ ഓൺ പ്രൊഡക്ഷൻ തന്നെയാണ് നമ്മൾ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാം ഒരുവിധം എല്ലാം ഓൺ പ്രൊഡക്ഷൻ ആണ്. പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു മൂവി 2022 റിലീസായ 1 എന്ന് പറയുന്ന സിനിമ, അത് തിയേറ്റർ റിലീസായിരുന്നു. ചിത്രാഞ്ജലി പാക്കേജിൽ നമ്മൾ ചെയ്ത പുതിയ കുറച്ച് ആർട്ടിസ്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റ് എന്നുള്ള കാറ്റഗറിയിൽ അല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ ഡയലോഗ് പോർഷൻസിലൂടെ ഒക്കെ സിനിമയിൽ ഉണ്ടായിട്ടുള്ള ആൾക്കാരാണ്. യെസ്. പിന്നെ സിനിമയിൽ തന്നെ ഇപ്പോ അതിൽ മെയിൻ ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള ഒരു മാഷുണ്ട്, അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മൂവിയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരു പാട്ട് സീനില്. അതിൽ അഭിനയിച്ച മറ്റൊരു നായകനായിട്ടുള്ള ഒരു ആള് അത്യാവശ്യം 1-2 സിനിമകളിലൊക്കെ ചെറിയ ക്യാരക്ടർ ആണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റ് കാറ്റഗറിയിലല്ല. അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച മറ്റൊരു കഥാപാത്രം ഇച്ചിരി ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാഷായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് ജോജൻ കാഞ്ഞാണി എന്ന് പറയും. അദ്ദേഹം കിരീടം എന്ന് പറഞ്ഞ സിനിമയില് നല്ലൊരു കഥാപാത്രം ചെയ്ത നമ്മുടെ കിരിക്കാടൻ ജോസിന്റെ ബ്രദറായിട്ട്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് സിനിമകളിലും ഇപ്പോൾ സീരിയലുകളിലൊക്കെ അഭിനയിച്ച് അത്യാവശ്യം ഫെമിലിയർ ആയിട്ട് നിൽക്കുന്ന ചില ഫേസ്. എന്നാൽ നമുക്ക് ഇവരുടെ പേരൊന്നും ചിലപ്പോൾ അറിയണമെന്നില്ല. അതേപോലെ സിനിമ പ്രൊഡ്യൂസർ ആയിരുന്ന സാൻഡ്വിച്ച്, അതുപോലെ ഓടും രാജ ആടും റാണി എന്ന് പറഞ്ഞ സിനിമ ജനകനൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ ഉണ്ട്, സജീവ് മാധവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെയുള്ള കുറച്ച് ആളുകളാണ് എൻ്റെ സിനിമയിൽ ലീഡിങ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് പുറമെ കുറച്ച് പുതിയ ആളുകളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു 10-ൽ താഴെ ആൾക്കാരെയാണ്. പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ 90% സിനിമ എന്താണ് അല്ലെങ്കിൽ സീരിയലുകളിലൊക്കെ മുഖം കാണിച്ചിട്ടുള്ള ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവാം ഇവരെ ഞാൻ ഇന്നതിൽ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള ആൾക്കാരാണ് ആ സിനിമയിലുള്ളത്. പക്ഷെ അത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ചിത്രാഞ്ജലി പാക്കേജിൽ അതിന്റെ പ്രൊഡ്യൂസറും ഒരു ലേഡിയാണ്, ഡയറക്ടറായിട്ടുള്ള ഞാനും ഒരു ലേഡി ആയിട്ടുള്ള. അതെന്റെ ഫസ്റ്റ് ഡയറക്ഷൻ ആണ്. അതിനുശേഷം ഞാൻ അസോസിയേറ്റോ അസിസ്റ്റന്റ് ആയിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊരു ടീമുണ്ട്. ആ ടീമിനകത്ത് നിന്നിട്ട് തന്നെ ചെറിയ ചെറിയ വർക്കുകൾ ഇപ്പൊ എന്റെ കൂടെ അസിസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് നമ്മൾ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നു. അതൊക്കെ ഞങ്ങളുടെ ഒരു ആ സിനിമ 12 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്തത്. കാരണം ഒരു 25 ദിവസത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പ് നമ്മൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങളെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി കപിൽ ചാടൂർ എന്ന് പറയുന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ഒരാളാണ്. അദ്ദേഹം അസോസിയേറ്റും ചീഫ് അസോസിയേറ്റും ആയിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലുള്ളതാ. അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് പടങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് അറിയാം ഇത്തിമാണി മേഡ് ഇൻ ചൈന, അതിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഭൂമിയിലെ മനോഹര സ്വകാര്യം നമ്മുടെ ഷൈജു അന്തിക്കാട് സാറിന്റെ ആ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഞാൻ ഡയറക്ഷന്റെ ബാലപാഠങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്
പഠിച്ചതൊക്കെ. ഈ കിരീടം സിനിമ ഉണ്ടാണോ? ഇപ്പൊ പെരേരെ കൂട്ടുകാരുടെ ഒരു സാധനം ഓർമ്മ വന്നത്. കിരീടം പടത്തില് തിലകൻ ചേട്ടനും ജഗദീശ്വരനൊക്കെ സംസാരിച്ചിട്ടൊരു സീനുണ്ടല്ലോ. അതായത് സേതുമാധവൻ ടൗണിൽ കിടന്ന് അടി കൂടി പോലീസ് സ്റ്റേഷനിലാണ്. അപ്പൊ സങ്കടത്തില് തിലകൻ സാർ പറയും, എന്റെ മോൻ സേതു ഇനി കൈവിട്ടു പോകും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സീരിയസ് ആയിട്ട് സംസാരിച്ചിരിക്കുമ്പോ പെരേരെ ഇപ്പൊ കാണിച്ചോളൂ ജഗദീശ്വരൻ എന്റെ വീട്ടിലേക്ക് 8 മണിക്ക് ചോറുണ്ടെന്നൊരു സാധനം എന്ന് പറയുന്ന പുള്ളി കോട്ടുമായിട്ടുണ്ട്.